PSC Edu Valley. നമ്മളുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കമന്റ് ബോക്സിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമായിരുന്നു പവർ പോയിന്റിന്റെ ക്ലാസ് ചോദിച്ചുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പവർ പോയിന്റിന്റെ ക്ലാസ് ആണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുത്ത സമയത്ത് കുറച്ച് ലെങ്ത് കൂടിയതുകൊണ്ട് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത് മറന്നു പോകും എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ പവർ പോയിന്റിന്റെ ചോദ്യങ്ങൾ വളരെ കുറച്ചേ കാണാറുള്ളൂ. പക്ഷെ പവർ പോയിന്റ് ഒരുപാട് പേർക്ക് ടഫ് ആണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ആ കാര്യങ്ങളും കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഓരോ ടാബ് വൈസ് സ്റ്റഡി അല്ല, കണ്ടന്റ് എന്താണെന്ന് പഠിക്കുന്നു ആൻഡ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അത് എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അറേഞ്ച് ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് ലെങ്ത് കൂടി അങ്ങനെ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പഠിക്കണേ. അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോ നാളെ ഇതേ സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഏറ്റവും ആദ്യം പവർ പോയിന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്ന ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ്, പവർ പോയിന്റിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ആൻഡ് അതിങ്ങനെയാണ്: what is the first step or first phase in creating a presentation? ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്തെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ഫേസ് എന്താണ് എന്നാണ് ചോദിക്കണേ. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് സ്റ്റോറി ബോർഡ് ആണ്. അതായത് നമ്മൾ സിനിമ ലൈക്ക് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സിനിമ ലൈക്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഓഫീസിൽ ഒരു ഓഡിറ്റിങ്ങിന് പ്രസന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആ ഒരു ഇയർ എൻഡിങ് റിപ്പോർട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മാസത്തെയും കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. ആൻഡ് പവർ പോയിന്റ് എന്തിനാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇത്തരത്തിൽ ഒരു വലിയൊരു സ്പീച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കി തരുന്നതാണ് പ്രസന്റേഷൻസ് എന്ന് നമുക്കറിയാം. ആൻഡ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ആണ് അല്ലെങ്കിൽ ആദ്യ ഘട്ടമാണ്. എന്തുകൊണ്ടാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്? നമ്മൾ ജസ്റ്റ് ഒരു സിനിമ എടുക്കാം. ഒരു സിനിമയ്ക്ക് എന്തുണ്ട്? ഒരു ഉള്ളടക്കം ഉണ്ടല്ലേ. എന്താണ് ആ കഥ എന്നുള്ളതിന് ഒരു തുടക്കമുണ്ട് ആൻഡ് കഥ പോകുന്ന ഒരു ഗതിയുണ്ട് ആൻഡ് അതിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഒരു ഓർഡറിലാണ് വെച്ചിരിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ പ്രസന്റേഷനും നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ആക്കി വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എന്നാലല്ലേ ഒരു അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്താലല്ലേ കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് എഴുതുന്നതിനെയാണ് സ്റ്റോറി ബോർഡ് തയ്യാറാക്കുക എന്ന് പറയാം. ഇപ്പോ ഒരു എക്സാമ്പിൾ, എനിക്കിപ്പോ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കാനായിട്ട് കിട്ടിയ ടോപ്പിക് ഗ്ലോബൽ വാർമിംഗ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് ആണ്. ഓക്കെ, അപ്പോ എന്റെ ആദ്യത്തെ സ്ലൈഡ് എപ്പോഴും എന്തായിരിക്കണം? ആ ഒരു ടോപ്പിക് പറയുന്നതായിരിക്കണം. ദാറ്റ് ഈസ് ടൈറ്റിൽ സ്ലൈഡ് എന്നാണ് അതിനെ പറയാ. ഓക്കെ, ടൈറ്റിൽ സ്ലൈഡ് എന്താണ്? ടോപ്പിക് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് പ്രസന്റഡ് ബൈ ഹൃദ്യ, അങ്ങനെ ആയിരിക്കും. രണ്ടാമത്തത് എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയണം അല്ലെ. വാട്ട് അല്ലെ, എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയണം. ആൻഡ് എന്തൊക്കെയാണ് അതിന്റെ കോൺസിക്വൻസസ് എന്നുള്ളതായിരിക്കണം അടുത്ത കാര്യങ്ങൾ അല്ലെ. കോൺസിക്വൻസസ് ആണ് അടുത്തത് വരിക. ദെൻ നാലാമത്തത് എഫക്റ്റ്. ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായി കഴിഞ്ഞാലുള്ള എഫക്റ്റുകൾ, ആഫ്റ്റർ എഫക്റ്റുകൾ എന്താണ് എന്നുള്ളതായിരിക്കണം അടുത്തത്. ദെൻ എന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന റെമഡീസ് ആയിരിക്കണം അടുത്ത സ്ലൈഡ് അല്ലെ. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സമ്മറി ആയിരിക്കണം അല്ലെ, സമ്മിങ് അപ്പ് സ്ലൈഡ് ആയിരിക്കണം. ദെൻ ലാസ്റ്റ് എന്തായിരിക്കണം? താങ്ക് യു അല്ലെ, താങ്ക്സ് പറയുന്ന സ്ലൈഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ 7 സ്ലൈഡിലാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആ കണ്ടന്റിനെ കുറിച്ച് പറയുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് സ്പീച്ച് അല്ലെങ്കിൽ എഫക്റ്റീവ് പ്രസന്റേഷൻ തയ്യാറാക്കാനായിട്ട് എൻ്റെ കൂടെ PPT ഉണ്ടായിരിക്കും. ആൻഡ് ആ PPT നമ്മൾ ഇതേ ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം എഴുതി വരുന്ന സമയത്ത് ടൈറ്റിൽ ഏതാണ്? ഗ്ലോബൽ വാർമിംഗ് പ്രസന്റഡ് ബൈ ഹൃദ്യ രാഗേഷ് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് രണ്ടാമത്തെ സ്ലൈഡിൽ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് വെക്കാം. ആൻഡ് മൂന്നാമത്തേത് എന്താണ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് ലോകത്ത് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്ലൈഡ് ആവാം. അവിടെയും നമുക്ക് പഴയ റിപ്പോർട്ടുകളോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം, പിക്ചറോ ചാർട്ടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം. ആൻഡ് എഫക്റ്റ്, ഇത്തരത്തിൽ ഉണ്ടാവുന്ന ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ എന്താണെന്ന് പറയുന്ന
കുറച്ച് പിക്ചേഴ്സോ അല്ലെങ്കിൽ കുറച്ച് റിപ്പോർട്ടിന്റെ അഡോപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. ആൻഡ് നമുക്ക് എന്തെങ്കിലും റെമഡീസ്, ഓൾറെഡി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റെമഡീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഈ 5ാമത്തെ സ്ലൈഡിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ആൻഡ് 6ാമത്തെ സ്ലൈഡിൽ നമ്മൾ എന്താ, സമ്മിങ് അപ്പ് ആണ്. ഒരു അരമണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗമാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു 2-3 മിനിറ്റിൽ ചുരുക്കി പറയുന്നതാണ് അല്ലെ. അപ്പൊ സ്ലൈഡ് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മുന്നിലിരിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തുന്നതാണ്. അപ്പോൾ താങ്ക് യു എന്ന് പറയാറുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു ഓർഡർ ഉണ്ട്, തുടക്കമുണ്ട്, ഒരു കണക്ഷനിങ് വരുന്നുണ്ട്, ദെൻ അവസാനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓർഡർ ആക്കി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് പ്രസന്റേഷൻ എന്നുള്ളതിന്റെ ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റോറി ബോർഡ് തയ്യാറാക്കുക എന്ന് പറയാം. സിനിമയുടെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഒരു കഥയുണ്ട് അല്ലെ. ആ കഥയ്ക്ക് ഒരു തുടക്കമുണ്ട്, അതിനൊരു ഗതിയുണ്ട്, ആൻഡ് പിന്നെ എന്തുണ്ട്, ക്ലൈമാക്സ് ഉണ്ട്. ഇപ്പൊ ക്ലൈമാക്സ് ആദ്യം വെച്ചിട്ട് തുടക്കം അവസാനം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താണ്, മൊത്തത്തിലൊരു ഓർഡർ മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ഓർഡർ ആക്കിയിട്ട് ഒരു PPT ക്രിയേറ്റ് ചെയ്യുന്നതിനെ, എഴുതി തയ്യാറാക്കുന്നതിനെയാണ് സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഒരു PPTയുടെ തുടക്കം എവിടെയാണ്, ഈ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്താണ്. ഇപ്പൊ ഇവിടെ തന്നെ ടൈറ്റിൽ സ്ലൈഡ് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ കൊണ്ട് റെമഡി പറയുവാണ്. ഗ്ലോബൽ വാർമിങ്ങിന്റെ റെമഡി പറഞ്ഞുകൊണ്ട് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തലയും വാലൊക്കെ തിരിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്, ഒരു കണക്ഷൻ ഉണ്ടാവില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു PPT ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്, ഒരു ഓർഡറിങ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്, സ്ലൈഡ് അറേഞ്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്റ്റോറി ബോർഡ് എന്ന് പറയുക. ഇമ്പോർട്ടന്റ് ആയിട്ട് പവർ പോയിന്റിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് നമുക്ക് ഓർക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ. ബാക്കിയുള്ളത് നാളത്തെ ക്ലാസ്സിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം ഉള്ളത് എന്താണ്, പ്രസന്റേഷൻ. പ്രസന്റേഷൻ എന്താണ്, ദ യുണീക്ക് ഫയൽ ക്രിയേറ്റഡ് ബൈ ദ പവർ പോയിന്റ്. പവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയലിനെയാണ് എന്തെന്ന് പറയാ, പ്രസന്റേഷൻ എന്ന് പറയുക. ആൻഡ് അതിന്റെ എക്സ്റ്റൻഷൻ എന്താണ്, .pptx എന്നാണ്. ആൻഡ് ഈ X എന്താണ്, ഫോർ XML സ്റ്റാൻഡേർഡ്. ഇതൊക്കെ നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പ് ഓഫ് സ്ലൈഡ് ആണ്, ഒന്നോ ഒന്നിലധികമോ സ്ലൈഡുകളാണ് എന്തെന്ന് പറയാ, പ്രസന്റേഷൻ എന്ന് പറയുക. ഡീഫോൾട്ട് ഫയൽ നെയിം എന്തായിരുന്നു പവർ പോയിന്റിന്റെ, അത് പ്രസന്റേഷൻ 1 എന്നാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ദ യുണീക്ക് ഫയൽ ക്രിയേറ്റഡ് ബൈ പവർ പോയിന്റ് എന്ന് പറയുന്നതാണ് പ്രസന്റേഷൻ. ഡീഫോൾട്ട് ഫയൽ നെയിം ഏതാണ്, പ്രസന്റേഷൻ 1 ആണ്. എക്സ്റ്റൻഷൻ ഏതാണ്, .pptx ആണ്. X എന്നുള്ളത് XML സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നതാണ്, ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സ്ലൈഡ് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് സ്ലൈഡ്, എ സിംഗിൾ പേജ് ഓഫ് എ പ്രസന്റേഷൻ. ഒരു പ്രസന്റേഷനകത്ത് ഒരു സിംഗിൾ പേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്ലൈഡ് എന്ന് പറയുക. ഡീഫോൾട്ട് എത്ര സ്ലൈഡ് ഉണ്ട്, ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഒരു സ്ലൈഡ് ആണുള്ളത്. ഓക്കെ, മാക്സിമം ഡിപ്പെൻഡ്സ് ഓൺ ദി കമ്പ്യൂട്ടർ മെമ്മറി. കമ്പ്യൂട്ടർ മെമ്മറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാക്സിമം നമ്പർ. ഓക്കെ, അത് ഓരോ കമ്പ്യൂട്ടറിന്റെയും മെമ്മറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അടുത്തത് എന്താണ്, ലേ ഔട്ട്. എന്താ ലേ ഔട്ട്, ലേ ഔട്ട് കണ്ടെയ്ൻ ഫോർമാറ്റിംഗ്, പൊസിഷനിങ് ആൻഡ് പ്ലേസ് ഹോൾഡർ ബോക്സസ് ഫോർ ഓൾ ദ കണ്ടന്റ് ദാറ്റ് അപ്പിയർ ഓൺ എ സ്ലൈഡ്. ഒരു സ്ലൈഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ പേജ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ പേജിനകത്ത് സർട്ടൻ ലേ ഔട്ടുകൾ ഉണ്ടാവാം. ആ ലേ ഔട്ട് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രസന്റേഷൻ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കുന്നത്. ലേ ഔട്ടിൽ എന്തൊക്കെയുണ്ട്, ഫോർമാറ്റിംഗ്, പൊസിഷനിങ് ആൻഡ് പ്ലേസ് ഹോൾഡർ ബോക്സസ് ഒക്കെ എന്തിന്റെ ഭാഗമാണ്, ലേ ഔട്ട് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഡീഫോൾട്ട് ലേ ഔട്ട് ഏതാണ്, ഫസ്റ്റ് സ്ലൈഡിന്റെ ഡീഫോൾട്ട് ലേ ഔട്ട്. എപ്പോഴും ഒരു ഫസ്റ്റ് സ്ലൈഡ് എന്തായിരിക്കും, ടൈറ്റിൽ ആണ് പറയുക. ആൻഡ് ടൈറ്റിൽ കഴിഞ്ഞ് തൊട്ട് വരുന്ന സ്ലൈഡ് ഏതായിരിക്കും, ടൈറ്റിൽ ആൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന സ്ലൈഡ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ആൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന സ്ലൈഡാണ് ടൈറ്റിൽ സ്ലൈഡ് കഴിഞ്ഞ് വരുന്നുണ്ടായിരിക്കുക. ഇതെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡർ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതെന്താണ്, എനി ടെക്സ്റ്റ് ബോക്സ് ദാറ്റ് ഹാവ് ദ ടെക്സ്റ്റ് ക്ലിക്ക് ടു ആഡ് ആർ കോൾഡ് ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡർ. എപ്പോഴും ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നൊക്കെ നമ്മൾ PPT ഓപ്പൺ ആക്കുമ്പോൾ കാണും അല്ലെ. അങ്ങനെ ക്ലിക്ക് ടു ആഡ് എന്നുള്ള രീതിയിൽ കാണുന്ന സ്ലൈഡിനകത്ത് കാണുന്ന ടെക്സ്റ്റ് ബോക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സ് എന്ന് പറയുക. ഓക്കെ, ദെൻ അടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോയി കണ്ടിട്ട് വരാം. അടുത്തത് നമ്മൾ പറയുന്നത് വ്യൂ ആണ്. അപ്പൊ അതിനു മുമ്പ് ഈ കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ പവർ പോയിന്റ് ആണ് ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് പ്രസന്റേഷൻ 3 എന്നാണ് ഞാൻ ഈ ഒരു ഫയലിന് കൊടുത്തിട്ടുള്ള പേര്.
അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഡീഫോൾട്ട് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആക്കി നോക്കാം. സോ ഓഫീസ് ബട്ടണിൽ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ആൻഡ് നമ്മൾ ബ്ലാങ്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് എത്ര സ്ലൈഡ് കണ്ടു? ഒരു സ്ലൈഡാണ് കാണുന്നത്. ഇത് കൂട്ടരുത്, ഒറ്റ സ്ലൈഡാണ് കാണുന്നത്. ഇതെന്താണ്? തംബ്നെയിൽ പോലെ കാണിച്ചു തരുന്ന ഭാഗമാണ് അല്ലെ. ഇതോ അതിനകത്ത് എഴുതുന്ന കണ്ടന്റ് കാണിച്ചു തരുന്ന ഭാഗമാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ഔട്ട്ലൈൻ വ്യൂ എന്തായിരുന്നു? ഇറ്റ് ഡിസ്പ്ലേസ് വേരിയസ് ഹെഡിങ്സ് അല്ലെ. ഹെഡിങ്സ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന വ്യൂ ആണ് ഔട്ട്ലൈൻ. അപ്പൊ അതേ വ്യൂ തന്നെയാണ്. ആൻഡ് ഈ ഒരു ഭാഗത്തിന്, ഈ ഒരു സ്പേസ്, ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു സ്പേസിന് എന്താണ് പറയാ? സ്ലൈഡ് സോർട്ടർ പാനൽ എന്നാണ് പറയാ. ഓക്കെ, സ്ലൈഡ് സോർട്ടർ പാനൽ. ഇനി ഈ കാണുന്ന കാര്യം കണ്ടോ? ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, അതുപോലെ ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ. ഈ കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നുള്ള രീതിയിൽ കണ്ട ഈ കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ എന്തായിരുന്നു? ലേ ഔട്ട് ആണ് പറഞ്ഞത്. ലേ ഔട്ട് എന്തായിരുന്നു? ഈ കാണുന്നതാണ് ലേ ഔട്ട്. ഹോം ടാബിനകത്തെ സ്ലൈഡ് എന്ന് പറയുന്നതിനകത്താണ് ലേ ഔട്ട് ഉള്ളത്. ആൻഡ് നോക്കിക്കഴിഞ്ഞാൽ എത്ര ലേ ഔട്ട് ഉണ്ട് പവർ പോയിന്റിനകത്ത്? ഇൻബിൽറ്റ് ആയിട്ട് 9 എണ്ണമാണ്. പുതിയ വേർഷൻസിനകത്ത്, ലേറ്റസ്റ്റ് വേർഷൻസിനകത്ത് 24 എണ്ണം ഒക്കെ ഉണ്ട്. 2007-നകത്ത് 9 എണ്ണമാണ്. പിന്നെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലേ ഔട്ടുകൾ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് ഒക്കെ ആക്കി വെക്കാം. ഫസ്റ്റ് സ്ലൈഡ് എപ്പോഴും എന്താണ്? ടൈറ്റിൽ സ്ലൈഡ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ടൈറ്റിൽ സ്ലൈഡിനകത്ത് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ. ഇവിടെയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ പ്രസന്റഡ് ബൈ, ഇങ്ങനെ എഴുതുന്നത് അല്ലെ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നെക്സ്റ്റ് സ്ലൈഡ് എടുക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഷോർട്ട് കട്ട് Ctrl+M ആണ്. പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് Ctrl+M ആണ് വരിക. ഇനി ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ടൈറ്റിൽ സ്ലൈഡ് ആണ് ആദ്യത്തെ സ്ലൈഡിന്റെ ലേ ഔട്ട്. സബ്സീക്വന്റ് സ്ലൈഡിന്റെ ലേ ഔട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ടൈറ്റിൽ കണ്ടന്റ്. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഇവിടെയാണ് നമ്മൾ പിന്നീട് എന്തായിരുന്നു പറഞ്ഞത്? ഡെഫിനിഷൻ. ഓക്കെ, ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടന്റ്, ഗ്ലോബൽ വാർമിംഗിന്റെ എന്താണ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പൊ എഴുതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കണ്ടല്ലേ. ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാം? ടേബിൾ കൊണ്ടുവരാം, ചാർട്ട് കൊണ്ടുവരാം, സ്മാർട്ട് ആർട്ടുകൾ കൊണ്ടുവരാം, പിക്ചർ, അതുപോലെ ക്ലിപ്പ് ആർട്ട്, അതുപോലെ മീഡിയ ക്ലിപ്പ്. മീഡിയ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ, ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ നമുക്ക് ബുള്ളറ്റ് കൊടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത്, ഇതുപോലെയുള്ള ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡറിനകത്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു 6 കാര്യങ്ങൾ കൂടാതെ നമുക്ക് ടെക്സ്റ്റ് എഴുതാം. ബുള്ളറ്റ് ഓർ നമ്പറിങ് ചെയ്തിട്ട് എഴുതാനും പറ്റും. ഓക്കെ, ഡെഫിനിഷൻ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് കോൺസിക്വൻസ് ആയിരുന്നു അല്ലെ. കോൺസിക്വൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എഫക്റ്റ് ആയിരുന്നു അല്ലെ, ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? റെമഡി അല്ലെ, സജസ്റ്റഡ് റെമഡി അല്ലേ. ദെൻ അടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സമ്മറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് സമ്മറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഓർഡർ ആക്കി ക്രിയേറ്റ് ചെയ്ത്, ഇങ്ങനെ ഓർഡർ ആക്കി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് എന്താണ് പറയാ? സ്റ്റോറി ബോർഡ് തയ്യാറാക്കുക എന്നാണ് പറയുക. അപ്പോ ഇവിടെ എന്താണ് കണ്ടേക്കണേ? ഇത് ഈ ഒരു സ്ലൈഡ് ഇവിടെ എന്താണോ കാണുന്നത് അതിന്റെ ഒരു മിനിയേച്ചർ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണുന്നത് അല്ലെ. അതിന്റെ പേരെന്താണ്? സ്ലൈഡ് അല്ലെ. സ്ലൈഡ് സോർട്ടർ പാനലിനകത്തെ സ്ലൈഡ് എന്ന് പറയുന്നത് മിനിയേച്ചർ റെപ്രസെന്റേഷൻ ഓഫ് ദി സ്ലൈഡ്. ഇനി നമ്മൾ ഈ കണ്ടന്റ് എഴുതി കൊടുക്കുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സിനകത്താണ്. ഇനി ഔട്ട്ലൈൻ നോക്കുക, ആ ഒരു ഹെഡിങ്സ് കാണുന്നതാണ് അല്ലെ. ഹെഡിങ്സ് കാണിച്ചു തരുന്ന ആ ഒരു ഭാഗമാണ് ഔട്ട്ലൈൻ. സ്ലൈഡ് സോർട്ടർ പാനലിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, വ്യൂ ഓപ്ഷൻ അല്ല. ഓക്കെ, അപ്പോ ദെൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ദ യുണീക്ക് ഫയൽ ക്രിയേറ്റഡ് ബൈ ദി പവർ പോയിന്റ് ആൻഡ് ഡിഫോൾട്ട് ഫയൽ നെയിം വരുന്നത് presentation 1 എന്നാണ്. ഓക്കെ, എക്സ്റ്റൻഷൻ .pptx ആണ്. pptx എപ്പോഴാണ് വരുന്നത്? പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ സേവ് ചെയ്യുമ്പോഴാണ്.
ഓക്കെ, പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ സേവ് ചെയ്യുമ്പോഴാണ് .pptx വരുന്നത്. ഇനി .ppsx ഉണ്ട്, അതെന്താണ്? പവർ പോയിന്റ് ഷോ എന്നുള്ള രീതിയിൽ സേവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ രണ്ട് എക്സ്റ്റൻഷനും എന്തായാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയുള്ള സെഷൻ നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് വ്യൂ ഇൻ പവർ പോയിന്റ്. അതൊരു പ്രധാന ഭാഗമാണ്, സിലബസിനകത്ത് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് ഡിഫറെന്റ് വ്യൂസ് ഇൻ പവർ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് വ്യൂസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തെ ആദ്യത്തെ വ്യൂവിന്റെ പേരാണ് നോർമൽ വ്യൂ. പവർ പോയിന്റിന്റെ ഡീഫോൾട്ട് വ്യൂ ആണ് നോർമൽ വ്യൂ. ആൻഡ് അതെന്താണ്, അറ്റ് എ ടൈം ഒരു സ്ലൈഡ് മാത്രമാണ് കാണിക്കുള്ളൂ. ആൻഡ് സ്ലൈഡ് എഡിറ്റ് ചെയ്യുന്നതിനും ക്രിയേറ്റ് ചെയ്യുന്നതിനും ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള, ഏറ്റവും നമുക്ക് ആശ്രയിക്കാവുന്ന വ്യൂ ആണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത്. ഡീഫോൾട്ട് വ്യൂ ആണ്. ഓക്കെ, ദെൻ അടുത്തത് സ്ലൈഡ് സോർട്ടർ വ്യൂ. ടൈനി ഇമേജ് ആയിട്ട്, മിനിയേച്ചർ ഇമേജ് അല്ലെങ്കിൽ തംബ്നെയിൽ ആയിട്ട് ഗ്രൂപ്പ് ഓഫ് സ്ലൈഡിനെ ഒരൊറ്റ സ്ക്രീനിൽ റെപ്രസെന്റ് ചെയ്യുന്ന വ്യൂ ആണ് സ്ലൈഡ് സോർട്ടർ വ്യൂ. ഓക്കെ, സ്ലൈഡ് സോർട്ടർ വ്യൂ ഡിസ്പ്ലേ thumbnail sized representation of all slide in your presentation. ഇനി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനൊക്കെ സഹായിക്കുന്ന വ്യൂ ആണ് സ്ലൈഡ് സോർട്ടർ വ്യൂ. ഏറ്റവും എളുപ്പത്തിൽ സ്ലൈഡുകളെ റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ എന്താണ് ഡിലീറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. ഓക്കെ, അടുത്ത വ്യൂവിന്റെ പേരാണ് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന വ്യൂ. എന്താണ്, നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പവർ പോയിന്റ് സ്ലൈഡ് ഷോ ആണ്. F5 ആണ് അതിന്റെ ഷോർട്ട് കട്ട് വരിക. വ്യൂ ദ സ്ലൈഡ് ഇൻ എ ഫുൾ സ്ക്രീൻ റെസൊല്യൂഷൻ. ഒരു ഫുൾ സ്ക്രീൻ റെസൊല്യൂഷനകത്ത് ആ സ്ലൈഡിനെ കാണിക്കുന്നു. അതായത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തുകൊണ്ടുള്ള സ്ലൈഡ് ഷോ ആണ്. ഓക്കെ, ഒരു ഫുൾ സ്ക്രീൻ വ്യൂ ആണ്. ഇനി ദിസ് ഈസ് പ്യുവർലി എ ഡിസ്പ്ലേ വ്യൂ. ഇത് കാണാൻ മാത്രം പറ്റുന്ന വ്യൂ ആണ്. നോ എഡിറ്റിംഗ് ക്യാൻ ബി ഡൺ ഓൺ സ്ലൈഡ് ഇൻ ദിസ് വ്യൂ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഹൈഡ് ചെയ്യുന്ന സ്ലൈഡുകൾ ഇവിടെ കാണില്ല. മറ്റ് വ്യൂസിൽ ഇപ്പം നോട്ട്സ് പേജിലാണെന്നുണ്ടെങ്കിലും നോർമലിലാണെന്നുണ്ടെങ്കിലും സ്ലൈഡ് സോർട്ടറിനകത്താണെന്നുണ്ടെങ്കിലും ഹൈഡ് ചെയ്ത സ്ലൈഡിനെ നമുക്ക് കാണാം. പക്ഷെ സ്ലൈഡ് ഷോക്കകത്ത് ഹിഡൻ ആയിട്ടുള്ള സ്ലൈഡിനെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഹിഡൻ സ്ലൈഡ് കാണാത്ത വ്യൂ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സ്ലൈഡ് ഷോ വ്യൂ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ദെൻ അടുത്തത് എന്താണ്? നോട്ട്സ് പേജ് വ്യൂ. നോട്ട്സ് പേജ് വ്യൂ നോക്കുക. ദിസ് വ്യൂ ഡിസ്പ്ലേസ് യുവർ സ്ലൈഡ് നോട്ട് ഇൻ എ പേജ് വ്യൂ. ഒരു പേജ് വ്യൂക്കകത്ത് സ്ലൈഡ് നോട്ട്സും കൂടെ കാണിക്കുന്നതാണ് നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് നോട്ട്സ് എന്നുള്ളത് പറയാം. So the large box on the top half of the page is a single slide, whereas the slightly larger box in the bottom half of the page is the note area. ഇത് എന്താന്നുള്ളത് നമ്മൾ കാണും കേട്ടോ. അപ്പോൾ ഒരു പേജിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു റെക്ടാങ്കിൾ എന്താണ്? സ്ലൈഡ് ആണ്. താഴത്തേതെന്ന് പറയുന്നത് ആ സ്ലൈഡുമായി ബന്ധപ്പെട്ട നോട്ടാണ്. ഓക്കെ, നോർമൽ വ്യൂക്കകത്താണ് എഡിറ്റിംഗ് ഒക്കെ ഫീസിബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ സ്ലൈഡ് എഡിറ്റ് ചെയ്യുന്ന കൂട്ടത്തില് എന്തും കൂടെ എഡിറ്റ് ചെയ്യാം, നോട്ട്സും കൂടെ എഡിറ്റ് ചെയ്യാം. സോ നോട്ട്സ് എന്താണെന്ന് ആദ്യം നോക്കണം. ഹെൽപ്പ് ദ പ്രസന്റേഴ്സ് റീകോൾ ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ ഈ ഒരു പ്രസന്റേഷൻ എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ആ പ്രസന്റേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സ്പീക്കർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണം. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് എന്താണ്, ഒരു പേപ്പറിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതി കുറിച്ച് വെക്കും അല്ലെ? എന്തിനാണ്? എപ്പോഴെങ്കിലും ഒക്കെ വിട്ടുപോകുന്ന സമയത്തൊന്ന് മെമ്മറി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊരു ഹിന്റ് ആണ് അല്ലെ? അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയണമെന്നുണ്ടെങ്കിൽ സ്പീക്കറിന് ഇങ്ങനെ പേപ്പറിൽ എഴുതി വെക്കുന്നതിന് പകരം ഈ സ്ലൈഡിന്റെ താഴെ തന്നെ ഇങ്ങനെ എഴുതി വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെ എഴുതി വെക്കുന്നതിനെയാണ് നോട്ട്സ് എന്ന് പറയുക. ഓക്കെ, സ്പീക്കറിനെ റീകോൾ ചെയ്യാൻ, മെമ്മറി റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോട്ട്സ് ആയിട്ടാണ് എഴുതി വെക്കുക. നോർമൽ വ്യൂവിന്റെ താഴെയായിട്ട് ക്ലിക്ക് ടു ആഡ് നോട്ട് എന്നുള്ള ഭാഗമുണ്ട്, അവിടെയാണ് നമ്മൾ ഇത് എഴുതുക. അപ്പൊ നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള സ്ലൈഡിനെയും കാണിക്കും, ആ സ്ലൈഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നോട്ട്സിനെയും കാണിക്കും. ഓക്കെ, സ്പീക്കർ എഴുതി കൊടുക്കുന്നതാണ് നോട്ട്സ്. അദ്ദേഹം അത് പറയുന്ന സമയത്ത്, പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അനോട്ടേഷൻസ് പറയണം. നിങ്ങൾ നമ്മളുടെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. അനോട്ടേഷൻ എന്താണ്? The annotation feature in PowerPoint allow you the presenter to draw with your mouse during a presentation. അതായത് നമ്മളുടെ തന്നെ പല വീഡിയോസിലും ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത്
ഈ ഒരു പെന്ന് സെലക്ട് ചെയ്ത് ഇങ്ങനെ എഴുതുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയാ? അനോട്ടേഷൻ. അതായത് ഡ്യൂറിങ് സ്ലൈഡ് ഷോയില് മറ്റ് എഡിറ്റിംഗ് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നമ്മൾ ഇങ്ങനെ എഴുതിയല്ലേ? ഓക്കെ, അങ്ങനെ എഴുതി. അപ്പൊ നമ്മളുടെ മൗസ് വെച്ച് നമുക്ക് ഡ്രോ ചെയ്യാൻ സഹായിക്കുന്ന കാര്യത്തെയാണ്, ആ ഒരു ഫീച്ചറിനെയാണ് അനോട്ടേഷൻ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ എഴുതുന്നത് എന്താണ്? അനോട്ടേഷൻ ആണ്. ഈ വരയ്ക്കുന്നതെല്ലാം എന്താണ്? അനോട്ടേഷൻസ് ആണ്. അപ്പൊ നമ്മൾ എസ്കേപ്പ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പവർ പോയിന്റ് സ്ലൈഡ് ഷോയിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. ഡു യു വാണ്ട് ടു കീപ് യുവർ ഇങ്ക് അനോട്ടേഷൻ? കീപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കും. അപ്പൊ കീപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ആ സ്ലൈഡിൽ വരുന്ന സമയത്ത് ഈ അനോട്ടേഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെൻ ഓപ്ഷൻസ് കാണാം. ഇവിടെ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. അതുപോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ക് അനോട്ടേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ മൗസ് ഉപയോഗിച്ച് നമുക്ക് സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇങ്ങനെ വരയ്ക്കാനൊക്കെ സഹായിക്കും. ആ ഒരു ഫീച്ചറാണ് അനോട്ടേഷൻ എന്ന് പറയാം. ഡ്യൂറിങ് എ പ്രസന്റേഷൻ നമുക്ക് മൗസ് ഉപയോഗിച്ച് വരയ്ക്കാൻ സഹായിക്കുന്ന ആ ഒരു ഫീച്ചറിന്റെ പേരെന്താണ്? അനോട്ടേഷൻ ആണ്. അപ്പൊ ഈ നോട്ട്സ് എന്താണ്? ഈ ഒരു പ്രസന്റർ പറയാൻ ഉദ്ദേശിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെക്കുന്നതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഒരു പ്രസന്റേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ പറയുന്നതാണ് എന്തെന്ന് പറയാ? അനോട്ടേഷൻ. അനോട്ടേഷൻസ് എങ്ങനെയാണ് എടുക്കുക? ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു പെൻ സിമ്പൽ ഉണ്ടായിരിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് കാണും. ഇതിനകത്ത് ഏത് പെന്ന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഹൈലൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബോൾ പോയിന്റ് പെന്ന് യൂസ് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് കളറുള്ള പെന്നായിരിക്കും. ദെൻ അതുപോലെ ഫെൽ ടിപ്പ് പെൻ, ഞാൻ കൂടുതലും ഫെൽ ടിപ്പ് പെന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് ഇവിടെ എനേബിൾഡ് ആണ്. അപ്പൊ അനോട്ടേഷൻസ് ആണ് ഈ പറഞ്ഞത്. ഇനി അടുത്ത കുറച്ച് കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാം. ഓക്കെ, അപ്പൊ ലൈവ് ആയിട്ട് പോയിട്ട് എന്ത് കാണാം? പവർ പോയിന്റ് കാണാം. സോ ഈ ഒരു പവർ പോയിന്റ് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ ആദ്യം എന്താണ്? നോർമൽ വ്യൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമൽ വ്യൂ ആണ്. ഇവിടെ നോക്കിയാൽ അറിയാം, നോർമൽ, സ്ലൈഡ് സോർട്ടർ, അതുപോലെ സ്ലൈഡ് ഷോ. നമ്മളുടെ സ്റ്റേറ്റസ് ബാറിനകത്ത് ഈ 3 വ്യൂ ഓപ്ഷൻസ് മാത്രമാണ് കാണുള്ളൂ. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വ്യൂ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, 4 വ്യൂ ഓപ്ഷൻസ് ഉണ്ട്. 3 ഡിസൈൻ വ്യൂ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എത്ര വ്യൂ ഓപ്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇതുവരെ ചോദ്യം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നോർമൽ ആയിട്ട് ഡീഫോൾട്ട് ആയിട്ട് പവർ പോയിന്റിന്റെ ഡീഫോൾട്ട് വ്യൂ ഏതാണ്? നോർമൽ ആണ്. ഇനി സ്ലൈഡ് സോർട്ടർ നോക്കുക, കണ്ടോ? എത്ര സ്ലൈഡ് ഉണ്ടോ അതിനെയെല്ലാം ഒറ്റ സ്ക്രീനിൽ കാണിച്ചു തരുന്ന വ്യൂ ആണ് സ്ലൈഡ് സോർട്ടർ. പിന്നെ പറഞ്ഞു ക്വിക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഇപ്പൊ 2 സ്ലൈഡ് മാറ്റണം, ഈ 2 സ്ലൈഡും മാറ്റണം എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ നോർമൽ വ്യൂവിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് സ്ലൈഡ് സോർട്ടറിൽ നിന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനും വെക്കാനും ഒക്കെ. ഓക്കെ, അപ്പൊ അതാണ് സ്ലൈഡ് സോർട്ടർ. അപ്പൊ വിച്ച് വ്യൂ റെപ്രസെന്റ് മിനിയേച്ചർ തംബ്നെയിൽ അല്ലെങ്കിൽ മിനിയേച്ചർ ഇമേജ് ഓഫ് എ പ്രസന്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. ദെൻ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് സ്ലൈഡ് ഷോ ആണ്. സ്ലൈഡ് ഷോയുമായി ബന്ധപ്പെട്ട് ഫ്രം ബിഗിനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, കസ്റ്റം സ്ലൈഡ് ഷോ. ഫ്രം ബിഗിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? തുടക്കം മുതൽ കാണിക്കും. ഫ്രം കറണ്ട് സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ ഏതാണോ സ്ലൈഡ് സെലക്ട് ആയിട്ട് നിൽക്കുന്നത് ആ സ്ലൈഡ് മുതൽ അങ്ങോട്ടുള്ളത് കാണിക്കും. കസ്റ്റം സ്ലൈഡ് ഷോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഈ സ്ലൈഡ് മുതൽ ഈ സ്ലൈഡ് വരെ ആ നമ്പർ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ ആ പർട്ടിക്കുലർ സ്ലൈഡ് മാത്രമായിരിക്കും സ്ലൈഡ് ഷോക്കകത്ത് കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് പേജ് വ്യൂ ആയിരുന്നു അല്ലെ? നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഈ മുകളിലുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? സ്ലൈഡ് ആണ്. ഇതെന്താണ്? ആ സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്സ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നോർമൽ വ്യൂവിനകത്ത് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു സ്ലൈഡിന്റെ താഴെയായിട്ട് ക്ലിക്ക് ടു ആഡ് നോട്ട് എന്ന് പറയുന്ന കാര്യമുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ സമ്മറി ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത് ഗോയിങ് ടു സമ്മറൈസ് ടേക്ക് ഓൺലി 3 മിനിറ്റ് മാക്സിമം, 3 മിനിറ്റിനുള്ളിൽ പറഞ്ഞു നിർത്തണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതി കൊടുത്തത്. ഇനി നോട്ട്സ് പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്ലൈഡ് ഉണ്ട് ആൻഡ് ആ സ്ലൈഡിനകത്ത് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള നോട്ട്സും കാണിക്കും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു റിയൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഒക്കെ പോകുന്ന സമയത്ത് ഓരോ സ്ലൈഡിലും എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്ന് യൂസർ എഴുതി വെക്കുന്നതാണത് അല്ലേ?
അപ്പോൾ അത് കാണിക്കുന്ന വ്യൂ ആണ് നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു: നോർമൽ, സ്ലൈഡ് സോർട്ടർ, നോട്ട്സ് പേജ്, അതുപോലെ സ്ലൈഡ് ഷോ. ഓക്കെ, ഇതാണ് സ്ലൈഡ് ഷോ. ഓക്കെ, സോ സ്ലൈഡ് ഷോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ എന്ത് പ്രസ് ചെയ്താൽ മതി? എസ്കേപ്പ് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ അടുത്ത കാര്യം നോക്കാം. ആദ്യത്തെ കാര്യത്തിന്റെ പേരാണ് സ്ലൈഡ് മാസ്റ്റർ വ്യൂ. എന്താ ചെയ്യുന്നേ? ക്വിക്ലി മോഡിഫൈ ദ സ്ലൈഡ് ആൻഡ് സ്ലൈഡ് ലേഔട്ട്. ഇപ്പൊ നമുക്കൊരു 100 സ്ലൈഡ് ഉള്ള ഒരു പ്രസന്റേഷൻ ആണ് ഉള്ളത്. ആ 100 പേജിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഫോർമാറ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഓരോ സ്ലൈഡിലും ആ ഒരു ഫോർമാറ്റിങ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ എന്താണ് കുറച്ചധികം സമയം എടുക്കും അല്ലെ. അപ്പോൾ ഇതെല്ലാം ഒറ്റ ക്ലിക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ സ്ലൈഡിൽ ഈ ഡിസൈൻ എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ലൈഡിലും ഒരേപോലെ കിട്ടും എന്നുണ്ടെങ്കിൽ എന്താണ് വളരെ ഈസിയാണ് അല്ലെ. അപ്പൊ ക്വിക്കായിട്ട് നമ്മളുടെ സ്ലൈഡ് മോഡിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഡിസൈൻ ഓപ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? സ്ലൈഡ് മാസ്റ്റർ വ്യൂ. ഓക്കെ, ദെൻ അടുത്തത് നോക്കുക, നോട്ട്സ് മാസ്റ്റർ വ്യൂ. നമ്മൾ നോട്ട് കണ്ടു, സ്പീക്കർ എഴുതി വെക്കുന്ന കുറച്ച് പോയിന്റ് ആണല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നോട്ട്സ് മാസ്റ്റർ വ്യൂ നോട്ട്സിനകത്ത് എഴുതി വെക്കുക. അപ്പൊ ആ നോട്ട്സ് പേജ് കാണിക്കുന്ന വ്യൂ ആണ്, നോട്ട്സും കൂടെ കാണിക്കുന്ന വ്യൂ ആണ് നോട്ട്സ് പേജ് വ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സ്ലൈഡിന് നമുക്ക് ക്വിക്കായിട്ട് മോഡിഫൈ ചെയ്ത് കളറൊക്കെ കൊടുത്ത് ഫോർമാറ്റിങ്സ് ഒക്കെ ചെയ്യാൻ സഹായിക്കുന്നതാണ്, ഒറ്റയടിക്ക് ചെയ്യാൻ സഹായിക്കുന്ന വ്യൂ ആണ് സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന് പറഞ്ഞു. ഈ സ്ലൈഡ് മാസ്റ്റർ വ്യൂ സ്ലൈഡിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നോട്ട്സ് മാസ്റ്റർ വ്യൂ നോട്ട്സിനാണ് അപ്ലൈ ചെയ്യുക. നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന നോട്ട്സിന്റെ ഫോർമാറ്റിങ്സ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുക. എഡിറ്റ് ദ നോട്ട് മാസ്റ്റർ വിച്ച് ഇൻഫ്ലുവൻസ് ലുക്ക് ആൻഡ് ലേ ഔട്ട് ഓഫ് ദി നോട്ട്സ് പേജസ് വിത്തിൻ എ പ്രസന്റേഷൻ. ഓക്കെ, അപ്പോൾ ഒരു പ്രസന്റേഷനകത്ത് നോട്ട്സിന്റെ ഡിസൈനിങ് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്തു തരുന്നതാണ് നോട്ട്സ് മാസ്റ്റർ വ്യൂ. സ്ലൈഡിന്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് സ്ലൈഡ് മാസ്റ്റർ വ്യൂ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതിന്റെ പേര് ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ എന്നാണ്. അപ്പൊ ആദ്യം ഹാൻഡ് ഔട്ട് എന്താണെന്ന് പഠിക്കാം, അത് ചോദ്യമാണ്. അതായത് റെപ്രസെന്റ് 2 or 3 or more സ്ലൈഡ് ഇൻ എ ലെറ്റർ സൈസ്ഡ് പേപ്പർ. നമ്മൾ സാധാരണ രീതിയിൽ പ്രിന്റ് എടുക്കാൻ നോക്കുന്ന സമയത്ത് പ്രസന്റേഷൻ പ്രിന്റ് എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലൈഡ് മൊത്തത്തിൽ ഒരു പേജിലായിരിക്കും വരിക. അപ്പൊ നമുക്ക് എന്താണ്, അത് നഷ്ടമാണ് അല്ലെ, പ്രിന്റ് എടുക്കുന്ന പൈസ നഷ്ടമാണ്. അപ്പൊ അതിന് പകരം ഈ ഒരു സ്ലൈഡുകൾ ഒന്നിലധികമോ സ്ലൈഡുകൾ ഒറ്റ പേജിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് ലാഭമാണ് അല്ലെ. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഒരു കോംപ്ലക്സ് ഇക്വേഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് തിയറം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്ലൈഡുകൾ പേപ്പറിലേക്ക് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ മറച്ചു നോക്കുക, കൂടെ മറച്ചു നോക്കുക എന്ന് പറയുന്നത് എന്താണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതുപോലെ ഒന്നിലധികമോ സ്ലൈഡുകൾ ഒറ്റ പേപ്പറിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ എളുപ്പമാണ് അല്ലെ. അപ്പൊ അതിന് സഹായിക്കുന്ന ഓപ്ഷനാണ് ഹാൻഡ് ഔട്ട് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ, ഹാൻഡ് ഔട്ട് ഓപ്ഷൻ. ആൻഡ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്താണ് ചെയ്യുക, ആ ഒരു എഡിറ്റിംഗ് ആണ്, ഹാൻഡ് ഔട്ട് രീതിയിൽ വരുന്ന സമയത്തുള്ള എഡിറ്റിംഗ്സ് ആണ് അത് കാണിക്കുക. അപ്പൊ സ്ലൈഡ് മാസ്റ്റർ എന്തായിരുന്നു, സ്ലൈഡിന്റെ എഡിറ്റിംഗ്സ് ആണ് കാണിക്കുക. നോട്ട് മാസ്റ്റർ എന്തായിരുന്നു, നോട്ട്സിന് അപ്ലൈ ചെയ്യുന്ന എഫക്റ്റുകളും അതുപോലെയുള്ള എഡിറ്റിംഗ്സും ഫോർമാറ്റിംഗ്സും കാര്യങ്ങളാണ് കാണിക്കുക. ഹാൻഡ് ഔട്ട്സ് എന്താണ്, ഇതുപോലെ ഒരു പേജിനകത്ത് 2 3 അതോ 9 വരെ മാക്സിമം പോവാം, അത്രയധികം സ്ലൈഡുകൾ വരുന്ന സമയത്ത് അതിന്റെ കുറച്ച് ഫോർമാറ്റിംഗ് കാര്യങ്ങളാണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ കാണിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ അനിമേഷൻ, മോഷൻ പാർട്ട്, അതുപോലെ ട്രാൻസിഷൻ, അങ്ങനെ കുറച്ച് റിഹേഴ്സ് ടൈമിംഗ്, റെക്കോർഡ് നരേഷൻ പോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ, ഈ ഒരു മാസ്റ്റർ വ്യൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ, സോ നമ്മളിവിടെ വ്യൂ ഓപ്ഷനകത്ത് നോർമൽ, സ്ലൈഡ് സോർട്ടർ, നോട്ട്സ് പേജ്, സ്ലൈഡ് ഷോ ഇത്രയും കണ്ടു. ഇനി നമ്മൾ പറയുന്നത് സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ, അതുപോലെ നോട്ട്സ് മാസ്റ്റർ, ഈ 3 വ്യൂവിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്ന വ്യൂ ആണ് ഇനി നോക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒന്നാമത്തെ ഒരു സ്ലൈഡ് ഉണ്ട്. ഒന്നാമത്തെ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലിക്ക് ടു എഡിറ്റ് മാസ്റ്റർ ടൈറ്റിൽ സ്റ്റൈൽ, ക്ലിക്ക് ടു എഡിറ്റ് മാസ്റ്റർ ടെക്സ്റ്റ് സ്റ്റൈൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ അപ് ടു 5th ലെവൽ വരെ ഉണ്ട്. ആൻഡ് ഇവിടെ ഡേറ്റ്, ഫൂട്ടർ, അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഹെഡിങ്സിന് ഇവിടെയുള്ള ഈ ഒരു പ്ലേസ് ഹോൾഡറിന് നമ്മൾ എന്ത് ചെയ്യുവാണ്, കുറച്ച് ഫോർമാറ്റിങ്സ് ചെയ്യുവാണ്. ഒന്ന് ബോൾഡ് ആക്കുന്നു, ദെൻ എന്താണ് ഫോണ്ട് മാറ്റുന്നു, കളർ മാറ്റുന്നു, ഒന്ന് ഹൈലൈറ്റ്, ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നോക്കുക, ഈ ഒരു സ്ലൈഡിലാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്തത് അല്ലെ, ഫോർമാറ്റിങ്സ് ചെയ്തത്. പക്ഷെ ഇവിടെ കാണുന്ന ത്രൂ ഔട്ട് ഇവിടെ എല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഒരു 100 പേജുള്ള
ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്, ഒറ്റയടിക്ക് നമുക്കത് റെഡിയാക്കി തരും അല്ലേ? ഓക്കെ, ഒറ്റയടിക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി ഓരോ പെർട്ടിക്കുലർ സ്ലൈഡ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്ലൈഡുകൾ എടുക്കുന്ന സമയത്ത് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ ഫോർമാറ്റിംഗ്സ് ആണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് മാത്രമാണ് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റിലൊക്കെ എന്തായിട്ടുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഫോർമാറ്റിംഗ്സിലേക്ക് എത്ര എളുപ്പമാണ് മാറിയത് അല്ലെ? ഓക്കെ, അപ്പൊ അതിന് സഹായിക്കുന്ന സ്ലൈഡിന്റെ ഫോർമാറ്റിംഗ്, ക്വിക്കായിട്ട് സ്ലൈഡ് ഡിസൈൻ ചെയ്യുന്നതിനും ഫോർമാറ്റ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് സ്ലൈഡ് മാസ്റ്റർ വ്യൂ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ഹാൻഡ് ഔട്ട് മാസ്റ്റർ പറഞ്ഞു. ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. സോ ഹാൻഡ് ഔട്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേജിൽ തന്നെ, ഒരു ലെറ്റർ സൈസ്ഡ് പേജിൽ തന്നെ ഒന്നിലധികം സ്ലൈഡ് കൊണ്ട് വെക്കുന്ന ആ ഒരു കാര്യത്തിനെയാണ് എന്തെന്ന് പറയാ, ഹാൻഡ് ഔട്ട് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഹാൻഡ് ഔട്ട് ഓറിയന്റേഷൻസ് സെറ്റ് ചെയ്യാം. ഡീഫോൾട്ട് പോർട്രേറ്റ് ആയിരിക്കും, ആൻഡ് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ദെൻ പേജ് സെറ്റപ്പ്, പേജിന്റെ ഓറിയന്റേഷൻസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഹാൻഡ് ഔട്ട് ഓറിയന്റേഷൻസ് സെറ്റ് ചെയ്യാം. സ്ലൈഡ് പോർട്രേറ്റ് ആയിട്ട് നിൽക്കണോ ലാൻഡ്സ്കേപ്പ് ആയിട്ട് നിൽക്കണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു പേജിനകത്ത് മാക്സിമം എത്ര സ്ലൈഡ് വരെ വരാം, 9 സ്ലൈഡ് വരെ വരാം. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഒരു പേജിനകത്ത് തന്നെ എത്ര സ്ലൈഡ് ഉണ്ടായിരിക്കും, 9 സ്ലൈഡ് ഉണ്ടായിരിക്കും. അപ്പോൾ വലിയൊരു കോംപ്ലക്സ് തിയറം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒറ്റ പേജിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ലൈഡ് പഠിക്കാനായിട്ട് പറ്റും. ഓരോന്നും എടുത്തു നോക്കാതെ തന്നെ എളുപ്പം പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ ഓപ്ഷനകത്തുള്ളത്. അതുപോലെ നമുക്ക് ഹെഡർ, ഫൂട്ടർ, പേജ് നമ്പർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് പ്രിന്റ് എടുക്കുന്ന സമയത്താണ് കൂടുതലും നമുക്ക് ഉപയോഗമായിട്ട് വരുന്നത്. കാരണം ഒരു സ്ലൈഡ് സാധാരണ രീതിയിൽ പ്രിന്റ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പേജിനകത്ത് ഒരു സ്ലൈഡ് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഒരു പേജിനകത്ത് തന്നെ ഒന്നിലധികം സ്ലൈഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ ആണ്. മാത്രമല്ല വലിയ ഇക്വേഷൻ, അതുപോലെ വലിയ കോംപ്ലക്സ് തിയറംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു ത്രൂ ഔട്ട് ആ തിയറംസ് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ പേജിൽ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ്, പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓപ്ഷൻസ് എനേബിൾ ആക്കി തരുന്നതാണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്ന് പറയുന്ന വ്യൂ ഓപ്ഷൻ. ഓക്കെ, വ്യൂ ഓപ്ഷൻ എന്ന് പറയാറുള്ള ഒരു ഡിസൈനിങ് ആണ്. ഇനി നോട്ട്സ് പേജ് ഉണ്ട് അല്ലെ, നോട്ട്സ് മാസ്റ്റർ എന്ന് പറയുന്ന വ്യൂ ഓപ്ഷൻ ഉണ്ട്. അതെന്താണ്, ഇവിടെ നമ്മൾ എന്താണ്, ക്ലിക്ക് ടു എഡിറ്റ്. നമ്മൾ സാധാരണ രീതിയിൽ നോട്ട്സ് പേജിനകത്ത് എന്തായിരുന്നു പറഞ്ഞത്, സ്ലൈഡും കാണിക്കും, ആ സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള നോട്ട്സും കാണിക്കും. അപ്പൊ ആ നോട്ട്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റിംഗ്സ് അപ്ലൈ ചെയ്യാം. ഈ നോട്ട്സിന്റെ കളർ നമ്മൾ ബ്ലൂ ആക്കി കൊടുക്കുന്നു, ആൻഡ് എന്താണ്, ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് ചെയ്തു. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലാസ്റ്റ് സ്ലൈഡിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ, ഗോയിങ് ടു സമ്മറൈസ് ടേക്ക് ഓൺലി 3 minutes എന്ന് പറഞ്ഞത് ഈ ഒരു സ്ലൈഡിനായിരുന്നു. ഇനി നോട്ട്സ് പേജ് വ്യൂ എടുത്ത് നോക്കുക. കണ്ടോ, നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം, ആ ഒരു ഫോർമാറ്റിംഗ്സ് ഇവിടെ വന്നു. അപ്പോൾ ഒരു 100 പേജ് വലിയ ബൾക്ക് സ്ലൈഡിലൊക്കെ നമുക്ക് ഓരോ സ്ലൈഡിലും പോയിട്ട് എഡിറ്റ് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഈസി ആക്കിയിട്ട് എനേബിൾ ആക്കി തരുന്ന 3 കാര്യങ്ങളാണ് സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ. സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നത് സ്ലൈഡിനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഫോർമാറ്റ് ചെയ്യുന്നത്. ഹാൻഡ് ഔട്ട് ഒരു പേജിൽ തന്നെ ഒന്നിലധികമോ സ്ലൈഡുകൾ കൊണ്ടുവയ്ക്കുന്ന സമയത്തുള്ള ഡിസൈനിങ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിംഗ്സ് ആണ് എനേബിൾ ആക്കുക. നോട്ട്സ് എന്താണ്, നമ്മൾ ക്ലിക്ക് ടു ആഡ് നോട്ട് എന്നുള്ളിടത്ത് എഴുതി കൊടുക്കുന്ന കണ്ടന്റിന്റെ ഫോർമാറ്റിംഗ്സ് ആണ് നോട്ട്സ് മാസ്റ്ററിനകത്ത് കാണിക്കുക. അപ്പൊ ജനറലി ഒരു മാസ്റ്റർ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ സിലബസിനകത്തുള്ളതാണ്. ജനറലി ഒരു മാസ്റ്റർ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസൈനിങ് ആണ് അല്ലെ, ക്വിക്ക് ഡിസൈനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ആനിമേഷൻ, സ്ലൈഡ് ഷോ, അതുപോലെ റെക്കോർഡ്, നരേഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ഇത്രയൊക്കെയാണ് പവർ പോയിന്റിനെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫൈൻ, എന്ത് ചെയ്യാ, നാളെ ഇതേ സമയത്ത് ഇതിന്റെ ബാക്കി വീഡിയോ വരുന്നുണ്ടായിരിക്കും. ഓക്കെ ഫൈൻ, താങ്ക് യു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെല്ലൈക്കൺ കൂടെ കൊടുക്കുക കേട്ടോ. ഓക്കെ ഫൈൻ, താങ്ക് യു.